ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ അവറാച്ചന്റെ താറാവ് മുഴുവനും ചത്ത്. അമ്മേ, കുട്ടനാട്ടുകാര് പഞ്ചായത്ത് കൂടി ഇരിക്കണോ? ചോദിച്ച സത്യ, ഞങ്ങള് തങ്കത്തിനോട് നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇവരിപ്പോ ദുബായിക്കാരല്ലേ? ദുബായിക്കാർക്ക് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടല്ലേ? ഇത് കണ്ടോ ഗോപാലേട്ടാ, തങ്കേച്ചി വരെ നമ്മളെ കളിയാക്കി തുടങ്ങി. അതെ അതെ. അമ്മയുടെ മരുന്ന്. സുന്ദേച്ചി, ഇത് കുറച്ച് ഫ്രൂട്ട്സാ. നീ എന്തിനാ മോളെ ഇതൊക്കെ വാങ്ങി? പുറത്തു പോകുമ്പോ ഞാൻ വാങ്ങിക്കുമായിരുന്നല്ലോ. അതെ, ഫ്രൂട്ട്സ് വാങ്ങിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് ഇദ്ദേഹത്തെ കൊണ്ട് കഴിപ്പിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. തങ്കേച്ചി കഴിക്കില്ലേ? ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സ് എടുത്ത് അരിഞ്ഞ് മുമ്പിൽ കൊണ്ട് ചെന്ന് വെച്ചാലും 1 2 കഷ്ണം കഴിക്കും. പിന്നെ ആ പാത്രം കട്ടിലിന്റെ അടിയിലേക്ക് ഒരു പോക്കാം. ചിലപ്പോ 3 4 ദിവസം കഴിഞ്ഞ് ഈച്ച ആർക്കുന്നത് കാണുമ്പോ ഞാനത് പുറത്തു കളയും. അപ്പൊ ഒരു ചിരിയുണ്ട്. ഒരു ഇച്ചിരി ചോറും അതിന്റെ തുമ്പത്തൊരു കറിയും, അതിന്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ശീലിച്ചിട്ടില്ല. ഇവളാണെങ്കി ഓരോന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് തിന്നെന്നും പറഞ്ഞ് നിർബന്ധിച്ചോണ്ടിരിക്കും. അവൾക്ക് സ്നേഹിക്കാനും നോക്കാനും ഒക്കെ വേറെ ആരെങ്കിലും ഉണ്ടോ തങ്കേച്ചി? മോളെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വൈകി ചെന്നതുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടായോ? അയ്യോ തങ്കം, ഞാൻ പറഞ്ഞില്ലായിരുന്നു കൃഷ്ണയുടെ ഓഫീസിനെ കുറിച്ച്. അവിടെ കൃഷ്ണ ഒരു 10 15 മിനിറ്റ് വൈകി ചെന്നാലും ആരും ചോദിക്കില്ല. അത്രയ്ക്ക് കൊള്ളാവുന്ന കസേരയല്ലേ തങ്കത്തിന്റെ മോളിരിക്കുന്നത്. നല്ല ജോലി അമ്മേ, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെയില്ല. നാളെ മോളോട് ഓഫീസിലേക്ക് ഞാനും വരട്ടെ? എന്തിനാ? ജോലി ചെയ്യുന്ന സ്ഥലം എനിക്കൊന്ന് കാണാലോ. കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ ചെയ്യാം. അമ്മയുടെ അസുഖം മാറിയിട്ട് ഞാൻ അമ്മയെ ഓഫീസിൽ കൊണ്ടുപോവാം. ഓ, അതിന് എന്നാ? അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ നാളെ ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുന്നേ പോണം. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്കപ്പ് നടത്തണം. അല്ലാതെ ഇവിടെ സുഖിച്ചിരിക്കാന്ന് കരുതിയോ എന്റെ സുന്ദരിക്കുട്ടി? ആശുപത്രിയിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോ തലയുടെ വെളിവൊക്കെ അങ്ങ് പോകും. ദേ, ഇത്രയും ദൂരം അതിനു വേണ്ടി വന്നിട്ട് ഇനി ആശുപത്രിയിൽ പോവാതിരിക്കാനുള്ള ന്യായങ്ങൾ പറഞ്ഞു. നാളെ നേരത്തെ റെഡിയായിട്ട് എന്റെ കൂടെ ഇങ്ങ് വന്നേക്കണം. പാവം, ഓഫീസിലെ ജോലിയും എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ഒക്കെ ആയിട്ട് വല്ലാതെ ഒന്ന് തളർന്നു.